നമസ്കാരം. കേരളം ശ്രദ്ധിക്കുന്ന മൂന്നിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്തുള്ള തലസ്ഥാനത്തുള്ള KPCCയുടെ ഓഫീസാണ്. KPCC ഓഫീസ് സ്വാഭാവികമായി 102 സീറ്റ് നേടി ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന KPCC ഓഫീസല്ല ഇന്നുള്ളത്. വലിയ ആഘോഷത്തോടുകൂടി വമ്പൻ ബഹളത്തിൽ നേതാക്കന്മാർ, ഗ്രൂപ്പുകൾ, അണികൾ ഒക്കെ കൂടി തിങ്ങി നിറഞ്ഞ ഒരു KPCC ഓഫീസാണ് സ്വാഭാവികമായി കാണാറുള്ളത്. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു KPCC ഓഫീസല്ല, ഇന്ദിരാഭവനല്ല തലസ്ഥാനത്തുള്ളത്. ചാനലുകളുടെ റിപ്പോർട്ട് പ്രകാരം ആളും ആരവും ഒഴിഞ്ഞൊരു സ്ഥലമാണ്. കാരണം എന്താണ്? ഇത്രയും വലിയ വിജയം ഉണ്ടായിട്ട് അത് ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്താത്തത് കൊണ്ടുള്ള ഒരു സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഉടൻ എത്തും എന്ന് പ്രതീക്ഷിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ആളുകൾ ഉള്ളതായി കാത്തിരിക്കുന്നതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ചാനലുകൾ. അതേസമയം ഉടൻ വന്നാൽ പോലും ഇത്രയും നാൾ ഒരാഴ്ചയിലധികമായി ആളുകളെ ത്രിശങ്കു സ്വർഗത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ഹൈക്കമാൻഡിൻ്റെ സമീപനത്തിനെതിരായ അമർഷവും ആളുകളിലുണ്ട്. അപ്പോൾ ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതാരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചായിരിക്കും ആഘോഷത്തിൻ്റെ സ്വഭാവം. ഒന്ന്, KPCC ഓഫീസാണ്. VD സതീശൻ്റെ വീടാണ്. VD സതീശൻ ഈ ചർച്ചകൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് നേരെ സ്വന്തം മണ്ഡലത്തിലേക്കും വീട്ടിലേക്കുമാണ് പോയത്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം തന്ത്രശാലിയായ നേതാവില്ല എന്ന് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ആളുകൾ നിഗമനത്തിലെത്തുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം അതിന് അടിവരയിടുന്നു. പുറമേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടക്കുമ്പോഴും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയ നിരവധി പ്രകടനങ്ങളൊക്കെ നടക്കുമ്പോഴും സതീശൻ ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം ഈ പ്രകടനങ്ങൾ പാർട്ടിയുടെ ചട്ടക്കൂടിന് നിരക്കാത്ത നിലയിൽ പ്രകടനങ്ങൾ പാടില്ല എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത് സ്വന്തം മണ്ഡലത്തിലേക്ക് പോയി. അതൊരു മൗനമായ സാമൂഹിക സമ്മർദ്ദമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വലിയ ചില പൊട്ടിത്തെറികൾ, അതിലേക്കുള്ള സൂചനകൾ ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മളത് നോക്കുന്നുണ്ട്. സതീശൻ്റെ വീട്ടിന് മുന്നിൽ വലിയ തോതിൽ ആളുകൾ, ആരാധകർ, അനുയായികൾ ഒക്കെ കൂടി നിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഒരു പട തന്നെയുണ്ട്. KPCC ഓഫീസ് പോലെയല്ല. കാരണം തീരുമാനം ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് വന്നാൽ അത് അനുകൂലമായാലും പ്രതികൂലമായാലും കേരളത്തിൻ്റെ ശ്രദ്ധ അത് സതീശൻ്റെ മുന്നിലേക്കാണ് പോവുക. അല്ലാതെ മുഖ്യമന്ത്രി ആകുന്ന ആളുടെ മുന്നിലേക്ക് രണ്ടാമത് മാത്രമേ പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേതാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു ദൃശ്യം. അത് മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ വീടാണ്. വീടിന് മുന്നിൽ അദ്ദേഹം താമസിക്കുന്ന 51 എന്ന് പറയുന്ന വസതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ സാഗൂതം നോക്കുന്ന ഒരിടമാണത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരികയാണെങ്കിൽ അടുത്ത നിമിഷം മുതൽ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി ആ സ്ഥലം മാറും. അവിടെ നിന്ന് ഉടനെ അദ്ദേഹം കേരളത്തിലേക്ക് തിരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ എല്ലാം ഒരുക്കത്തിലാണ് എന്നുള്ള സൂചനയാണ് മനോരമ വാർത്തയിലുള്ളത്. മനോരമ റിപ്പോർട്ട് പ്രകാരം ചാർട്ടേഡ് ഫ്ലൈറ്റ് റെഡിയാണ്. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ എങ്കിൽ അദ്ദേഹം നിയമസഭാ കക്ഷിയിൽ ഇല്ലാത്ത ആളാണ്. പക്ഷേ അവർക്ക് പുറത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം MLA ആയാൽ മതി. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് ഉടൻ പറക്കും എന്നാണ് ഒടുവിൽ വരുന്ന ഡൽഹിയിൽ നിന്നുള്ള വാർത്ത. ഈ 3 ഇടങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി മാറുന്നത്. അതേസമയം കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക പല രീതിയിൽ ആകാംക്ഷയായിട്ടും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KC വേണുഗോപാൽ ഇനി മുഖ്യമന്ത്രി ആയാൽ എവിടെ മത്സരിക്കും എന്നത് സംബന്ധിച്ച് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പ്രചരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഇരിക്കൂറായിരുന്നു. സജീവ് ജോസഫിനെ മാറ്റി, അതിന് വേണ്ടിയിട്ടാണ് സജീവ് ജോസഫിനെ നിർത്തിയത് എന്നൊക്കെയുള്ള വാർത്തകൾ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ KC വേണുഗോപാൽ ഈ ഘട്ടത്തിൽ VD സതീശനെ മാറ്റിക്കൊണ്ട് KC വേണുഗോപാൽ വരുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ എതിർപ്പ് വിളിച്ചു വരുത്തും എന്നുള്ള തിരിച്ചറിവ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടിയിലെ അണികൾ KCക്കെതിരെ രോഷാകുലരാണ്. ഇപ്പോൾ തന്നെ രോഷാകുലരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആവുകയാണെങ്കിൽ ഇരിക്കൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട, മലബാറിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നാണ്. പിന്നീടുള്ളത് AD തോമസിനെ നിർത്തിയ ആലപ്പുഴയാണ്. ആലപ്പുഴ പക്ഷേ CPM മത്സരിക്കുന്ന എതിരാളിയായി CPM വരാൻ ഇടയുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് അത് അത്ര സേഫാണോ എന്നുള്ളത് ആശങ്കയുടെ. ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം മത്സരിക്കും മുഖ്യമന്ത്രി ആയാൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അവിടെ CR മഹേഷാണ് നിലവിലുള്ള MLA. CR മഹേഷിനെ മാറ്റി അവിടെ എതിരാളി CPIയുടെ എതിരാളിയാണ്. സ്വാഭാവികമായി അത്ര വലിയ പ്രതിബന്ധം ഉണ്ടാകുന്ന നിലയിലുള്ള
വെല്ലുവിളിയുള്ള എതിരാളിയല്ല എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലും CR മഹേഷിനെ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് KC വേണുഗോപാൽ രാജിവെക്കുന്നിടത്ത് മത്സരിച്ച് പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് ഉള്ളത്. വേണ്ടി വന്നാൽ KC മുഖ്യമന്ത്രി ആയാൽ എന്നുള്ളതാണ് ഒടുവിലുള്ള റിപ്പോർട്ട്. അത് സംബന്ധിച്ച വാർത്തകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത്. ഒപ്പം തന്നെ VD സതീശനെ ആക്കാതെ KC മുഖ്യമന്ത്രിയായാൽ ഉണ്ടാകാനിടയുള്ള വലിയ പ്രശ്നങ്ങൾ AICC ഹൈക്കമാൻഡ്, KPCC, കോൺഗ്രസ് ഒക്കെ നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട VD സതീശൻ്റെ വീട്ടിന് മുന്നിലെ ആൾക്കൂട്ടവും കാർക്കൂട്ടവും സമ്മർദ്ദമായി നിൽക്കുന്ന സാഹചര്യവും ഒക്കെ. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവന ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. VD സതീശനൊപ്പം 10 കൊല്ലവും ശക്തമായി നിലകൊണ്ട സാംസ്കാരിക നായകർ പ്രതിഷേധക്കുറിപ്പ് ഇറക്കുന്ന കാഴ്ചയാണ്. കോൺഗ്രസ് അനുകൂലമായ നിലപാട് കഴിഞ്ഞ കാലത്ത് CPM LDF സർക്കാരിനെതിരെ നിരന്തരമായി എടുത്ത സാംസ്കാരിക നേതാക്കളുടെ പ്രസ്താവന VD സതീശന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി കൂടി ആഗ്രഹിക്കുന്ന പ്രസ്താവന പുറത്തു വന്നിട്ട് സാറാ ജോസഫ്, MN കാരശ്ശേരി, കൽപ്പറ്റ നാരായണൻ, UK കുമാരൻ തുടങ്ങി KG ശങ്കരപിള്ള അടക്കമുള്ളവർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർ RMB നേതാവ് കൂടിയായ ഡോക്ടർ ആസാദിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രസ്താവന എന്ന് പറയുന്ന കുറിപ്പ്. അതിൽ KGSനെ പോലെ പുറത്തുനിന്നുള്ള ജോസഫിനെയും KGSനെയും പോലെ പുറത്തുനിന്നുള്ള ആളുകളും ഉണ്ട്. അതേസമയം മുൻനിരയിൽ ഉള്ളത് സജീവമായി UDFന് വേണ്ടി പ്രചരണ രംഗത്ത് അടക്കമുണ്ടായിരുന്ന കൽപ്പറ്റയും MN കാരശ്ശേരിയും പോലെയുള്ള ആളുകളാണ്. അവരുടെ ഈ ആകുലത VD സതീശനെ ഒഴിവാക്കുന്നതും ഒപ്പം മുഖ്യമന്ത്രി വരാത്തതിൻ്റെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ആ സാംസ്കാരിക നായകരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷം നേടിയ മുന്നണിയിലെ നേതൃകക്ഷി ഇങ്ങനെ കുഴങ്ങുന്നത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നതാണ്. 10 ദിവസമാകുന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ ഇനിയും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? ജനവിധിയുടെ ആത്മാവ് കാണാൻ ശേഷിയില്ലായ്മയല്ലേ? അഥവാ അത് മനസ്സിലാക്കിയിട്ടും സ്വന്തം അജണ്ട നടപ്പാക്കാൻ ജനവിധി അട്ടിമറിക്കുന്നതിൽ പോലും തെറ്റ് കാണാത്ത ചില നേതാക്കളല്ലേ? ജനങ്ങളുടെ വോട്ട് നിശ്ചയം അപ്പാടെ കവർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയും അത് നടപ്പാക്കാൻ നടന്ന സ്വാധീന ശ്രമങ്ങളുമാണ് ജനങ്ങൾ കാണുന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ വളഞ്ഞ വഴി തേടുന്നു. അത് ശരിയല്ല. VD സതീശനെ തന്നെ ആക്കണം എന്നുള്ളതാണ് ഈ കുറിപ്പിൻ്റെ മലയാളം. ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ അട്ടിമറിച്ച് വോട്ട് ചോരി സംസ്കാരത്തിന് 3 കാൽ നൽകുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയേണ്ടി വരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേതാവിനെ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യ മുറ. അവിടെ ബാഹ്യമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ശരിയല്ല. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ച ഒരാൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയായാൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തുനിന്ന് മറ്റൊരു നേതാവിനെ നിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോഴുണ്ടായ ദൗർഭാഗ്യകരമായ സന്ദിഗ്ധാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. അതിൽ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടെന്ന് സ്പഷ്ടമാണ്. ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന പ്രതിഷേധാർഹമായ സമീപനമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വൈകിയ വേളയിൽ തെറ്റുതിരുത്താനും ജനനിശ്ചയവും ജനാധിപത്യ മര്യാദയും സംരക്ഷിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലാതായിട്ടുണ്ടെന്ന് ഞങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ജനനിശ്ചയം അട്ടിമറിക്കാനും വോട്ട് മോഷണം നടത്താനുമുള്ള ശ്രമം ജനങ്ങൾക്കെതിരായ യുദ്ധമാണ്. അതിൽ ഇടപെടാനും തടയാനും രാഷ്ട്രീയമായ വിവേകത്തോടെ വോട്ട് ചെയ്ത ബഹുജനത്തിന് അവകാശമുണ്ട്. അത് പൗരസമൂഹത്തിൻ്റെ ജനാധിപത്യ ധർമ്മമാണ്. കേരള ജനത കൊടിയ രാഷ്ട്രീയ വഞ്ചനയ്ക്കിരയാകുന്ന ഒരു ഭയാനക സന്ദർഭത്തിന് മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ടവർ ജനാധിപത്യ ധ്വംസനത്തിന് ഇട നൽകാതെ ജനവികാരം ഉൾക്കൊണ്ട് ഉചിതമായ തീരുമാനം ഉടൻ കൈക്കൊള്ളേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ സാംസ്കാരിക പ്രവർത്തകരോടും സാമൂഹിക പ്രതിബദ്ധരായ രാഷ്ട്രീയ ചിന്തകരോടും ആഹ്വാനം ചെയ്യുന്നു. പൊതുസമൂഹത്തിനൊപ്പം കൈകോർത്ത് പ്രതിഷേധിക്കാനും പ്രതിരോധം തീർക്കാനും അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രസ്താവന അവസാനിക്കുന്നത്. അതായത് ഈ പ്രസ്താവനയുടെ ആത്യന്തികമായ ഏറ്റവും പ്രധാനവുമായതുമായ ലക്ഷ്യം VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെടുന്നതാണ്. നേരിട്ട് അവർക്ക് പറ്റാത്തതുകൊണ്ട് ജനാധിപത്യ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ എന്ന് KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു. നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ സാംസ്കാരിക നായകർക്ക് ഇങ്ങനെ ഒരു മുഖംമൂടിയുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല. അവർ ഉദ്ദേശിക്കുന്നത് നേരിട്ട് പറയാം. പണ്ട് VS അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രിയാവണം നേരിട്ട് പറഞ്ഞ ആളുകളാണ് നമ്മുടെ സാംസ്കാരിക സമൂഹം. പക്ഷേ ഈ സാംസ്കാരിക നായകർക്ക് അതിന് മടിയാണ്. അവർ മറ്റെന്തോ ഭയക്കുന്നു. അതുകൊണ്ട് VD സതീശൻ വേണം എന്ന് നേരിട്ട് പറയാൻ അവർക്കൊരു മടി. അവർ നിഷ്പക്ഷരല്ലാതായി പോകുമോ എന്നുള്ള ഭയമാണോ എന്നറിയില്ല. അതുകൊണ്ട് അങ്ങനെ പറയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ പേര് ഈ ഇടപെടലിൽ നേരിട്ട് പരാമർശിക്കാനും അവർ ഉദ്ദേശിക്കുന്നില്ല. വളച്ചു കിട്ടിയാണ് ഇവർ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തേത്.
രണ്ടാമത്തേത്, ഇത് മുഖ്യമന്ത്രി വൈകുന്നത് കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭരണസ്തംഭനത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ആശങ്കയൊന്നുമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഈ പറയുന്നത് പോലെ അവരുദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ അന്തസ്സത്ത എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ ഭരണകൂട പ്രതിസന്ധിയുടെ തുടർച്ചയായിട്ട് വോട്ട് ചോരി അടക്കമുള്ള സംഭവങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സാംസ്കാരിക നായകർ ഇടപെടുന്നത് കഷ്ടമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിലെ താല്പര്യത്തിന്, അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദേശീയ തലത്തിൽ BJPയുടെ ഭരണകൂട ഇടപെടലിനെതിരായ വലിയൊരു മുദ്രാവാക്യത്തെ ഇങ്ങനെ ലളിതവൽക്കരിക്കരുത്. ഇതുപോലെയാണ് അതും എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ പാടില്ല. ഇവിടെയുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. മുഖ്യമന്ത്രിയെ വൈകുന്നു, അത് നിയമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ നിയമിക്കുന്നില്ല, അതിലേക്ക് വരുന്നില്ല, KCയുടെ ഇടപെടൽ, കെട്ടിയിറക്കൽ, ഇതൊക്കെ വസ്തുതയാണ്. എന്നിരിക്കെ വോട്ട് ചോരി പോലെ വളരെ ഗൗരവതരമായൊരു വിഷയത്തെ, അതുപോലെ തന്നെയാണ് ഇതും, അതേ സമാനമായ ജനാധിപത്യ ചോരിയാണ് ഇത് എന്നൊക്കെ പറയുന്നത് ഭരണഘടനാപരമായി നിശ്ചയിക്കുന്ന നിലയിൽ എന്തായാലും മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് പുറത്തുനിന്ന് ഒരാളെ നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ പിന്നീട് നിയമപരമായ ഭരണഘടനാപരമായ ചില രീതികളുണ്ട്. 6 മാസത്തിനകം മുഖ്യമന്ത്രി ആക്കണമെന്നൊക്കെയുണ്ട്. അതൊക്കെ മറികടന്ന് മറ്റ് രീതിയിലുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു പരോക്ഷമായ ദൗത്യം കൂടി ഇവർ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഇതിനകത്ത് സ്വാഭാവികമായി വരും. എന്തായാലും ഇവർ ഉന്നയിക്കുന്നൊരു പ്രശ്നം മുഖ്യമന്ത്രിയായി ആര് വരും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5 വർഷം നയിച്ച ഒരാളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് റിയലിസ്റ്റിക്കായ ഒരു ആവശ്യമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനനുസരിച്ചിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം. അത്തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതും. അതിനെ മറികടന്ന് മറ്റൊരു രീതിയിൽ നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ കോൺഗ്രസ് സ്വാഭാവികമായി നേരിടേണ്ടി വരും. അതിൻ്റെ കറ പെട്ടെന്ന് മായ്ച്ചാൽ മാറുകയുമില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതനുസരിച്ചിട്ടുള്ള തുടർ സംഭവങ്ങൾ, മുഖ്യമന്ത്രി സ്ഥാനം ആർക്കായിരിക്കും, അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരായിരിക്കും എന്ന് നിശ്ചയിക്കുന്നതോടുകൂടി നമുക്ക് മുന്നിലേക്ക് പലവിധ സംഘർഷങ്ങളിലൂടെ വരും എന്നുറപ്പാണ്. മുസ്ലിം ലീഗ് അവരുടെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ പറയാനുള്ള സാധ്യതകളുണ്ട് അതിനുശേഷം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ നിലപാട്, കോൺഗ്രസ്സിലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പൊട്ടിത്തെറികൾ, ഇതൊക്കെ എങ്ങനെ നേരിടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.